നിങ്ങളെ ഓരോരുത്തരെയും പെരുമാതുറ പള്ളിയിൽ നിന്ന് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് 3 കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് നിങ്ങളെ പള്ളിപ്പറമ്പിലേക്ക് നിങ്ങളുടെ മയ്യത്ത് കൊണ്ടിറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, നിന്നോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഖബറായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവര് എല്ലാവരും ഖബറിന്റെ ചാരത്ത് വരൂ. മയ്യത്തിറക്കി വെച്ച് അതാ പലകയെടുത്ത് നിരത്തിയിട്ട് പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് അവസാനം നിന്റെ ഖബറിന്റെ മുകളിൽ 2 ചെടികളും നട്ടിട്ട് അതാ പള്ളിയിലെ മുഅദ്ദിന് കടന്നു വന്ന് 1 ബക്കറ്റ് വെള്ളമെടുത്ത് നിന്റെ ഖബറിന്റെ മുകളില് അവിടെ നിന്ന് 3 പ്രാവശ്യം അങ്ങ് ഒഴിക്കുകയാണ്. ഒഴിച്ചു കഴിഞ്ഞാ പള്ളിയിലെ ഉസ്താദ് അവിടെ നിന്നുകൊണ്ട് യാസീനോദി ഒരു ദുആ ചെയ്യുകയാ. അങ്ങനെ യാസീനോദി ദുആ ചെയ്തു. ആ ദുആ എന്ന് ചെയ്തു കഴിഞ്ഞാ തീർന്നടാ ചെറുപ്പക്കാരാ, തീർന്നു പോയി ബാപ്പാ. ഇന്നുവരെ നീ സ്നേഹിച്ചവര് മുഴുവനും ആ ഖബറിന്റെ ചാരത്ത് വെച്ചിട്ട് നിന്നോട് പറയുന്ന വാചകം എന്താ? 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് ഉസ്താദ് വന്ന് ദുആ ചെയ്ത് കഴിഞ്ഞാ സ്വന്തം ബാപ്പാടെ ഖബറിന്റെ ചാരത്ത് നിന്നും മകൻ പറയുകയാ, അസ്സലാമു അലൈക യാ ബീ, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ, ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്ന് സലാം പറഞ്ഞിട്ട് എല്ലാവരും പിരിയുകയാ. എല്ലാവരും ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് കൊണ്ടുവച്ചിട്ട് ആ ഖബറിന്റെ ചാരത്ത് വെച്ച് നീ എത്ര കണ്ട് സ്നേഹിച്ചവരാണെങ്കിലും ആ സ്നേഹിച്ചവർ മുഴുവനും പിരിഞ്ഞു പോകുന്ന അവസ്ഥയാണെങ്കിൽ എങ്കിൽ അവിടെയല്ലേ നിനക്ക് കൂട്ടുവേണ്ടത്? ഒരു കൂട്ടുകാരന്റെ സഹായം വേണ്ടത് നീ നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോഴല്ലേ? നിന്നെ സഹായിക്കാൻ വേറെ ആരുമില്ലാത്ത സമയത്തല്ലേ? മോനെ സിറാജിന് ഉമ്മയുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, ഭാര്യമക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ സിറാജ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സമയമേ ഉള്ളൂ. ആ സമയം ഏതെന്നറിയുമോ? നാളെ പടച്ച റബ്ബ് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കൂട്ടുകാരും കുടുംബക്കാരുമുണ്ട്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ പരലോകത്തിലും ഒറ്റയ്ക്കല്ല പോകുന്നത്, കോടാനുകോടി ജനങ്ങൾ പരലോകത്തിലുണ്ട്. അല്ലാഹു നിനക്ക് സ്വർഗം നൽകിയ സ്വർഗത്തിലും നീ ഒറ്റയ്ക്കല്ല, കൂട്ടിനാളുണ്ട്. അല്ലാഹു നിന്നെ ഇനി നരകത്തിലിട്ടാൽ ആ നരകത്തിലും നിന്റെ കൂടെ ആളുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സമയം അത് 6 അടി മണ്ണിന്റെ അകത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ